നമ്മൾ ആ സ്പീച്ച് ആക്ടിവിറ്റി ചെയ്തായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങള്? ആ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. കഴിഞ്ഞ ആഴ്ച ചെയ്തല്ലേ? ഓക്കെ. നിങ്ങൾ ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂണിറ്റ് എത്രയായിരുന്നു? 7. യൂണിറ്റ് 7. പ്രേയറൊക്കെ തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. Thought of the day. If you have a dream, never let go of it. Chase it till the end. നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് ഒരിക്കലും വിട്ടുകളയരുത്, അത് അന്ത്യം വരെ പിന്തുടരുക. സൈൻ ഇൻ ബൈ ജിഷാന. എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. സുഖാണോ? നമ്മള് എവിടെ തന്നെ എടുത്തു? സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി പറഞ്ഞോ? മാം 2 പോയിന്റ് പറഞ്ഞായിരുന്നു. സ്കോപ്പോ? സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷനിലെ 2 പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. രണ്ട് പോയിന്റ് പറഞ്ഞു. ഇനി മൂന്നാമത്തെയാണ്. ലേണിംഗ് പ്രോസസ് ആണോ? മാം ഇതിലല്ല മാം, മോളിലത്തെ 2 പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത്. അതാണ് 5 keys. ഓക്കെ, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കട്ടോ. ഒരു മിനിറ്റ് വായിച്ചോളൂ കേട്ടോ. വായിച്ചോ.
ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ. Okay. Throughout the entire scope of education situation, psychology is included in above mentioned 5 key factors. It may be further expanded by adding the following. നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ 5 key factors, അതായത് 5 key factors ഏതൊക്കെയായിരുന്നു? The learner, the learning experience, learning process, learning situation or environment. Then the teacher. ഇതിൽ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു അല്ലേ? ആദ്യത്തെ 3 പറഞ്ഞില്ലേ? 2 2. Okay. Next step. To what extent hereditary and environment provide towards the growth of the individual, and how this knowledge can be made use of for bringing about the optimum development of the child, for a silent feature of the scope of educational psychology. Yes. എന്താണ് 3ാമത്തെ പോയിന്റിൽ പറയുന്നത്? എന്താണ്? Hereditary and environment in education psychology. എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? Hereditary and environment. എന്താണ് heredity? പാരമ്പര്യം. പാരമ്പര്യം. Okay. Yes. To what extent hereditary and environment provide towards the growth of the individual. ഒരാളുടെ പാരമ്പര്യം അതുപോലെ തന്നെ എന്താണ്? അതുപോലെ തന്നെ പരിസ്ഥിതി ഒരാളുടെ ഗ്രോത്ത് ആണ്, ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. And how this knowledge can be made use for bringing about the optimum development of the child, from a silent feature of the scope of education psychology. അതായത് ഒരു കുട്ടിയുടെ നോളജിനെ, അതവന്റെ അറിവിനെ ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അവന്റെ പാരമ്പര്യം, അതുപോലെ തന്നെ അവന്റെ ചുറ്റുപാടും ഒന്നാണ് അല്ലെ. അവന്റെ ആ ഒരു എൻവയോൺമെന്റ് അവന് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിസ്ഥിതി അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇൻഡിവിജ്വലിന് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു കുട്ടിയുടെ വികസനത്തിന് ഒരു എൻവയോൺമെന്റ് ഒരു സഹായവും ചെയ്യുന്നില്ലേ? പരിസ്ഥിതി ഒരു സഹായവും ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇൻഡിവിജ്വലിന്റെ വളർച്ചയെ സഹായിക്കുന്നത്? ഫുഡ്, ചുറ്റുപാട് വാട്ടർ, പറഞ്ഞോളൂ. എന്തൊക്കെയായിരിക്കാം? പറയാ. ഒന്നും ചെയ്യുന്നില്ല. ചുറ്റുപാടിൽ നിന്ന് ഓരോന്ന് കണ്ടുപഠിക്കുന്നു. മറ്റുള്ളവരുടെ രീതികളും അവൻ എങ്ങനെയാ വളരുന്നത് എന്നുള്ളത്, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെയാണ് അവൻ ഓരോ കുട്ടികളും ഓരോ വ്യക്തിയും പഠിച്ച് വളരുന്നത്. അപ്പം ഈ ചുറ്റുപാടെന്നുള്ളത് അവനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും.
ഒരു കുട്ടിയുടെ അത് ഹെറിഡിറ്റി എന്ന് വെച്ചാൽ അവന്റെ പാരമ്പര്യം അതുപോലെ തന്നെ ചുറ്റുപാടുകളും എന്താണ് അവന്റെ ഗ്രോത്തിന് അവന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് നോളജുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായും നോളജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അറിവുകൾ പകർന്നു നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവന്റെ ഒപ്റ്റിമം ഡെവലപ്മെന്റിന് അത് സഹായിക്കുന്നു. ഒപ്റ്റിമം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തമമായ ഒരു വികസനത്തിന് അല്ലെ ഉത്തമമായിട്ട് അവർ വികസിക്കാനുള്ള ഒരു ഉറവിടം തന്നെയാണ് എന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു സ്കോപ്പ് തന്നെയാണ്. ഒരു കുട്ടിയുടെ വളർച്ചയെ സഹായിക്കുന്ന മറ്റു പ്രധാന ഘടകങ്ങളൊന്നും തന്നെയാണ് എന്ത് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, പാരമ്പര്യവും പരിസ്ഥിതിയും. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? Education psychology deals with the nature and development of the personality of an individual. Educational psychology എന്താണ് ഡീൽ ചെയ്യുന്നത്? ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് nature and development of the personality of an individual. അല്ലെ, അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ സ്വഭാവവും അതുപോലെ തന്നെ വികാസവും കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് അല്ലെ എഡ്യൂക്കേഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീൽസ് വിത്ത്, അതെന്താണ് കൈകാര്യം ചെയ്യുന്നത്? നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. In fact, education has been defined as the all-round development of the personality of an individual. Personality development also implies a well-adjusted personality. അപ്പോ എന്താണ് ഒരു വ്യക്തിയുടെ വാസ്തവത്തിൽ പറഞ്ഞാൽ, ഇൻഫാക്ട് എന്ന് ഉദ്ദേശിക്കുന്ന വാസ്തവത്തിൽ പറഞ്ഞാല് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ വികസനത്തിന്റെ സമഗ്രമായ ഒരു വികാസം ക്രമീകരിക്കുന്ന ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത് അല്ലെ. വ്യക്തിയുടെ വികസനത്തിന്റെ സമഗ്രമായ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൊത്തത്തിലുള്ള വികസനം നൽകുന്നത് അല്ലെ. മൊത്തത്തില് സമഗ്രമായ ഒരു വികസനമാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നത്. എന്തിലൂടെ? എഡ്യൂക്കേഷനിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിയിൽ എന്ത് സംഭവിക്കുന്നു? എല്ലാ തരത്തിലുമുള്ള ഒരു വികസനം സംഭവിക്കുന്നു. ഓക്കെ, അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തിന്റെ സമഗ്രമായ വികാസവും അതുപോലെ തന്നെ എന്താണ്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൾസോ ഇംപ്ലൈസ് എ വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറ്റുന്നു. വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി എന്താണ്? എല്ലാ സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോകാനായി ഒരു ക്രമീകരിച്ച ഒരു സ്വഭാവം രൂപീകരിക്കാനുണ്ട്, ഒരു വ്യക്തിത്വം രൂപീകരിക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് ആ ഒരു സ്വഭാവ രൂപീകരണത്തിൽ കൂടി ഒരു പേഴ്സൺ അത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽസ് വിത്ത് ദ എന്താണ്? എന്തിനെയും ഡീൽസ് ചെയ്യുന്നത്? നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ സ്വഭാവവും വികാസത്തെ കുറിച്ചുമാണ് കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തില് ഇത് നിർവചിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ വികസനത്തിന്റെ സമഗ്രമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനെ അവിടെ സൂചിപ്പിക്കുന്നു അല്ലെ. എല്ലാ തരത്തിലും വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിക്ക് വികസനം ഉണ്ടാകും. അതുപോലെ തന്നെ ആള് ഒരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആയിട്ട് വളരാനും സാധിക്കുന്നു. ഓക്കെ, യെസ്, ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പഠിക്കാൻ സാധിക്കുന്നു. ശരിയാണോ? എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്? വ്യക്തിത്വ വ്യത്യാസങ്ങൾ അല്ലെ. വ്യക്തി വ്യത്യാസങ്ങൾ അറിയാൻ സാധിക്കുന്നു. ആണോ? അതെ, എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ നമുക്ക് വ്യക്തി വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അറിയാൻ സാധിക്കുന്നത്. എവറി ഇൻഡിവിജ്വൽസ് ഡിഫേഴ്സ് ഫ്രം എവറി അതർ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തികളും എന്താണ്? ഓരോന്നിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തരാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരും എന്താണ്? വ്യത്യസ്തരാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ നേച്ചർ വിച്ച് ഹാവ് ബീൻ brought to light by educational psychology. ഒരു ബേസിക് ഫാക്ട് ആണ് അല്ലെ. ഒരു സത്യമാണ്. എന്താ? എല്ലാവരിൽ നിന്നും അത് ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു നേച്ചർ ആണ് അല്ലെ. മനുഷ്യന്റെ ഒരു നേച്ചർ ആണ്. എല്ലാവരും ഒരേപോലെയല്ല. എല്ലാവരിലും എന്തുണ്ട്? വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എല്ലാവരിലും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന ആ ഒരു എന്താണ്
ആ പ്രക്രിയയിൽ ഒന്ന് തന്നെയാണ് എന്ത് ആ ഒരു ഹ്യൂമൻ നേച്ചർ, അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, this one fact has revolutionized the concept and process of education. എന്താണ് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം എന്താണ്, ഈ ഒരു വസ്തുത വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ ആശയത്തിൽ ഒരുപാട് എന്താണ് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് എല്ലാവരും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടെന്ന ആ ഒരു വസ്തുത എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ആ ഒരു രംഗത്ത് അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ആ ഒരു പ്രോസസ്സിന്റെ രംഗത്ത് ഒരുപാട് വിപ്ലവങ്ങൾ, റെവല്യൂഷൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, ഈ വിപ്ലവങ്ങളാണ് സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഹെഡ് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. സ്റ്റഡീസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓക്കെ, അത് മാത്രം നോക്കിയാൽ മതി, താഴെയുള്ള കാര്യങ്ങൾ നോക്കണ്ട. ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, അടുത്ത എന്താണ്, ഇറ്റ് സ്റ്റഡീസ് നേച്ചർ ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഇന്റലിജൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള പഠനങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ അളവിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. ആണോ? അതെ അല്ലെ? ദിസ് ഈസ് ഓഫ് ഔട്ട്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഫോർ എ ടീച്ചർ. എന്താണ്? ഇറ്റ് സ്റ്റഡീസ് നേച്ചർ ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. നേച്ചർ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? നേച്ചർ ഇന്റലിജൻസ് എന്താണ്? അതിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? സൗണ്ട് കുറവായിട്ടാണോ? ഇല്ലല്ലോ, സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. നേച്ചർ ഇന്റലിജൻസ് എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. എന്താണ് നേച്ചർ ഇന്റലിജൻസ്? വാട്ട് ഈസ് നേച്ചർ ഇന്റലിജൻസ്? നേച്ചർ ഇന്റലിജൻസ് can refer to nature intelligence can refer to nature intelligence can refer to എഴുതുന്നുണ്ടോ? Yes, ma'am. എഴുതുന്നുണ്ട് മാം. Nature intelligence can refer to refer to refer to a person's a person personal apostrophe s ആണ് കേട്ടോ. Persons PERSON apostrophe s persons ability to understand ability to understand ability to understand and interact with the and interact with the interact with the interact with the natural world natural world natural world Again, nature intelligence can refer to a person's ability to understand and interact with the natural world. Note down. Yes, ma'am. Yes. എന്താണ് ഇത്? അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അതായത് പ്രകൃതി ബുദ്ധിയും അതായത് നേച്ചർ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും മനസ്സിലാക്കുക. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ അല്ലെ? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ആണ് എന്താ? നേച്ചർ ഇന്റലിജൻസ്. എന്താണ് നേച്ചറിനെ മനസ്സിലാക്കുക? നേച്ചർ എന്താണ്? നമ്മുടെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ബുദ്ധിയാണ് നമ്മൾ നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ഇറ്റ് സ്റ്റഡീസ് നേച്ചർ ഇന്റലിജൻസ് ആൻഡ് ഇറ്റ് മെഷർമെന്റ്. ദിസ് ഈസ് ഔട്ട്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഫോർ എ ടീച്ചർ.
അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, നേച്ചർ ഇന്റലിജൻസ് അല്ലെ. ചുറ്റുപാടുകളെ കുറിച്ചിട്ട് അല്ലെ തന്നെ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള ഒരു അറിവാണ് ഒരു അധ്യാപികയ്ക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത്. ഓക്കെ, അതും അതിന്റെ മെഷർമെന്റ്സ്, അതിന്റെ അളവുകോൽ, അതായത് ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട എത്രത്തോളം ലിമിറ്റേഷൻസ് ഉണ്ട്, പ്രകൃതി അതുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തില് എന്തെല്ലാം ഇമ്പോർട്ടൻസ് ആണ് ഒരു നേച്ചറിന് വരേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് അധ്യാപിക അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്, ക്ലിയർ ആണോ പോയിന്റ്? ഹലോ, മാം ക്ലിയർ ആയി മാം. then it provides, അടുത്ത പോയിന്റ് പറയട്ടെ, it provides guidance and counseling. It provides guidance and counseling. Education is nothing but providing guidance to the growing child. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. എന്താണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ? നേതൃത്വം, മാർഗനിർദ്ദേശവും അതുപോലെ തന്നെ കൗൺസിലിംഗ് നൽകുന്നു അല്ലെ. കൃത്യമായ രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശവും ആളെ ഒന്ന് കൗൺസിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അതായത് വിദ്യാഭ്യാസം എന്നത് പറയുന്നത് എന്താണ്? വളരും തോറും ഓരോ കുട്ടിക്ക് എന്താണ് കൊടുക്കുന്നത്? മാർഗനിർദ്ദേശങ്ങളാണ് അല്ലെ. ഓരോ മാർഗനിർദ്ദേശങ്ങളാണ് ഓരോ ഘട്ടം കഴിയുന്നതും ഓരോ കുട്ടിക്ക് കൊടുക്കുന്നത്. ഓക്കെ, പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഇത് മാർഗനിർദ്ദേശവും കൗൺസിലിംഗും നൽകുന്നു. വിദ്യാഭ്യാസം എന്നത് വളരുന്ന കുട്ടിക്ക് മാർഗനിർദ്ദേശം നൽകുക എന്ന് മാത്രമാണ് അല്ലെ. ഏറ്റവും പ്രധാനമാണ് കുട്ടിക്ക് ഓരോ ഘട്ടം കഴിയുന്ന ഓരോ ക്ലാസ് കഴിയും തോറും എന്താണ് കുട്ടികളിൽ കൃത്യമായ രീതിയിലുള്ള എന്ത് കൊടുക്കണം? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ടീച്ചേഴ്സ് കൊടുക്കുമ്പോഴാണ് കുട്ടിയിൽ എന്തുണ്ടാവുന്നത്? അവരില് ഡെവലപ്മെന്റ്സ്, വളർച്ചയുണ്ടാവുന്നത്, ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസുകൾ രൂപപ്പെടുന്നത്. എന്തെങ്കിലും മോശമായ സ്വഭാവം ഉണ്ടെങ്കിൽ എന്താണ് ടീച്ചർ ഒന്ന് കൗൺസിൽ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കൃത്യമായി ഗൈഡൻസ് ചെയ്യുന്നതിലൂടെ എന്താണ് കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോ അത് എഡ്യൂക്കേഷൻ സൈക്കോളജി സംബന്ധിച്ചിടത്തോളം എന്താണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഏറ്റവും പ്രധാനമായ ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ അത്? എന്ത് പറ്റി നിങ്ങള് മിണ്ടാതിരിക്കുന്നേ? പഠിക്കണേണോ? പഠിക്കുമ്പോ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കണേണോ? അതെ മാം. എന്തോ ഒരു കുറവുണ്ട് കേട്ടോ. Okay. While general psychology deals with the behavior of individual in a general way, educational psychology is concerned with the behavior of the learner and in the learner in an educational setting. General psychology deal ചെയ്യുന്നത് psychology deals with the behavior of the individual in general way. Psychology മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാളുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് അല്ലെ. അയാളുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഇൻഡിവിജ്വൽസിന്റെ. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണ് കൺസേൺ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? അല്ലെ. അതായത് എന്താ പറയുന്നത്? ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തില് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ലേണറിന്റെ ബിഹേവിയർ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയോടെ നമ്മൾ പഠിക്കുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് കൺസേൺഡ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ദ ലേണർ ആൻഡ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തിൽ ഒരു ലേണറിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് എന്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി കൺസേൺ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണെന്ന് നോക്കാം. അഞ്ച് പോയിന്റ്സ് അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ്. Its nature is scientific as it's adopt the method of systematic inquiry and scientific approach as used by science. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്?
എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഏകദേശം സ്വഭാവങ്ങളാണ് ഇവിടെ രൂപീകരിക്കുന്നത് കേട്ടോ. അതിന്റെ നേച്ചർ ആണ്, ഇവിടെയും നേച്ചറിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സിസ്റ്റമാറ്റിക് ഇൻക്വയറി ആൻഡ് സയന്റിഫിക് അപ്രോച്ച്. സയന്റിഫിക് ആണ്, ഇതൊരു ശാസ്ത്രീയമായ ഒരു മേഖലയാണ് എന്താ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് അതിന്റെ മെത്തേഡ്സുകളൊക്കെ എങ്ങനെയാണ്? സയന്റിഫിക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സുകളും ഇൻക്വയറീസുമാണ് എന്താ എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതായത് ശാസ്ത്രീയമായ സമീപനങ്ങളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പ്രധാന നേച്ചർ എന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കി അവിടെ എഴുതി വെക്കാം കേട്ടോ. എന്താണ്? ശാസ്ത്രീയമായിട്ടുള്ള സമീപനങ്ങളാണ് ഇതിന്റെ സ്വഭാവം. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ്. ഓക്കെ ഓക്കെ മാം. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അത് നമ്മുടെ പോയിന്റ് എന്താണ്? അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് ഫങ്ഷണൽ in its character and it's not therefore concerned with the content of the subject. എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ ഫങ്ഷണൽ ഇൻ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. എന്താണ്? അതൊരു പ്രവർത്തനക്ഷമമാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി അതിന്റെ സ്വഭാവത്തിൽ എങ്ങനെയാണ്? പ്രവർത്തനക്ഷമമാണ്, ഫങ്ഷണൽ ആണ്. പക്ഷെ അതിനാൽ അതെങ്ങനെയാണ്? Therefore, concerned with the content of the subject. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? അതിന്റെ ഉള്ളടക്കത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? കണ്ടന്റ് ഓഫ് സബ്ജക്ട്സ്, ഒരുപാട് സബ്ജക്ട്സുകൾ അതില് ഉൾപ്പെട്ട് വരുന്നുണ്ട് അല്ലെ. അത് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്താ എഡ്യൂക്കേഷൻ സൈക്കോളജി. മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടോ പറയുന്നത്? ഇല്ല, കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? അത് അതിന്റെ ക്യാരക്ടർ അനുസരിച്ച് അത് പ്രവർത്തനക്ഷമമാണ് അല്ലെ. അതൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വിഷയങ്ങൾ എന്താണ്? ഉള്ളടക്കത്തില്, അതായത് അത് ഒരുപാട് വിഷയങ്ങളെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് സബ്ജക്ട്സുകളെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, കൺസേൺ വിത്ത് കണ്ടന്റ് ഓഫ് ദ സബ്ജക്ട്സ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? It is an applied positive science as it studies facts of behavior and describe the laws guiding them. It is an applied positive science. എന്താണ് പോസിറ്റീവ് സയൻസ്? അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ഇത് എന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആൻഡ് ഇറ്റ് സ്റ്റഡി. ഇതൊരു അപ്ലൈഡ് ആയിട്ടുള്ള പോസിറ്റീവ് സയൻസ്, അതൊരു എന്താണ് അപ്ലൈഡ് പോസിറ്റീവ് ശാഖയാണ്. ഇതെന്താണ് പഠിക്കുന്നത്? ഇറ്റ് സ്റ്റഡി ഫാക്ട്സ് ഓഫ് ബിഹേവിയർ. എന്താണ്? സ്റ്റഡീസ് ഫാക്ട്സ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡിസ്ക്രൈബ് ദ ലോസ് ഗൈഡിങ് ദം. ഇത് പെരുമാറ്റത്തിന്റെ വസ്തുതകൾ പഠിക്കുകയും, നോട്ട് ഇങ്ങനെ ചെയ്തോട്ടോ, ഇത് പെരുമാറ്റത്തിന്റെ വസ്തുതകൾ പഠിക്കുകയും, അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പെരുമാറ്റത്തിന്റെ വസ്തുതകൾ, അതായത് ഓരോ ബിഹേവിയർ പഠിപ്പിക്കുന്നു അല്ലെ, ഓരോ ബിഹേവിയർ പഠിക്കുകയും, അത് മാത്രമല്ല എന്താണ് അവയെ നയിക്കുന്ന നിയമങ്ങൾ, ഓരോ ബിഹേവിയറിന് ഓരോ ലോസ് ഉണ്ടായിരിക്കും അല്ലെ, അതിനെ നയിക്കുന്ന നിയമങ്ങളെ കുറിച്ചിട്ട് എന്താണ് അത് വിവരിക്കുകയും ചെയ്യുന്നതിനാൽ ഇതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു ശാസ്ത്രമാണെന്നാണ് പറയുന്നത്. ഓക്കെ, പറയാം മിസ്സേ. നോട്ട് ചെയ്യുന്നുണ്ട്, പറയാം, എഴുതിയെടുക്കണോ? ഓക്കെ, അതെ. എഡ്യൂക്കേഷണൽ സൈക്കോളജി പെരുമാറ്റത്തിന്റെ വസ്തുതകൾ പഠിക്കുകയും, എഡ്യൂക്കേഷണൽ സൈക്കോളജി പെരുമാറ്റത്തിന്റെ വസ്തുതകൾ പഠിക്കുകയും, നമ്മുടെ പെരുമാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിഹേവിയർ ആണ് കേട്ടോ. അതിന്റെ വസ്തുതകൾ പഠിക്കുകയും, അവയെ നയിക്കുന്ന നിയമങ്ങൾ, അതായത് ലോസുകൾ അല്ലെ, അവയെ നയിക്കുന്ന പെരുമാറ്റത്തിന്റെ വസ്തുതകളെ നയിക്കുന്ന നിയമങ്ങളെ എന്ത് ചെയ്യുന്നു? വിവരിക്കുകയും ചെയ്യുന്നതിനാൽ
ഇതൊരു പ്രായോഗിക ശാസ്ത്രമാണ്. അതായത് ഇതൊരു പോസിറ്റീവ് സയൻസ് ആണെന്നാണ് പറയുന്നത്. പ്രായോഗിക ശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്? പോസിറ്റീവ് സയൻസ്. ഇത് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. എന്ത്? എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇത് ഒരു വ്യക്തിയിലെ പെരുമാറ്റത്തിന്റെ വസ്തുതകൾ പഠിക്കുകയും അവയെ നയിക്കുന്ന നിയമങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നതിനാൽ ഇതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അതൊരു പോസിറ്റീവ് അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണ്. പ്രായോഗികമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് എന്ത്? എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇച്ചിരി ഡ്രൈ ഏരിയ ആണ് കേട്ടോ, പഠിച്ചേ പറ്റും നമുക്ക്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് എ നോർമാറ്റീവ് സയൻസസ് as it's not concerned with the values of education. It is not a normative science. എന്താണ് നോർമാറ്റീവ് സയൻസ്? നോർമാറ്റീവ് ഇതൊരു മാനദണ്ഡ ശാസ്ത്രമല്ല, അല്ലേ? ഇറ്റ്സ് നോട്ട് എ നോർമാറ്റീവ്. മാനദണ്ഡ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകമായ ഒരു മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടല്ല ഇത് പഠിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ. അവിടെ എന്താണ് പ്രാധാന്യം കൊടുക്കുന്നത്? എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടതിനാൽ ഇതൊരു മാനദണ്ഡ ശാസ്ത്രമല്ല. പ്രത്യേകമായ ഒരു മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടല്ല ഇത് പഠിപ്പിക്കുന്നത്. അത് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തിനാണ്, അല്ലെ? വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്ത് പ്രാധാന്യം കൊടുക്കുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി പ്രാധാന്യം കൊടുക്കുന്നത്. ആ പോയിന്റ് എളുപ്പമാണല്ലോ, അല്ലേ? നോർമേറ്റീവ് സയൻസ് വെച്ചാൽ മാനദണ്ഡ ശാസ്ത്രമാണ് കേട്ടോ. ഇനി മലയാളം. മാനദണ്ഡ ശാസ്ത്രമല്ല എഡ്യൂക്കേഷൻ സൈക്കോളജി. അത് വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അടുത്തത് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് ഗ്രോയിങ് സയൻസ്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ growing science. Education psychology is a growing science. എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ത് തരത്തിലുള്ള ഒരു ശാസ്ത്രമാണ്? അല്ലെ, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഓക്കെ, ഇന്നുകൂടി ആ പോയിന്റ്സ് ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടോ കേട്ടോ. ഇവിടെ നേച്ചർ തന്നെ ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടോ. എല്ലാം നേച്ചറിൽ തന്നെ വരുന്നതാണ്, എങ്കിലും നമുക്കിനി മാറി പോകണ്ട. ഇവിടെ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ 2 പോയിന്റ്സ് പഠിക്കാം. ഓക്കെ, എന്താണ് ആദ്യത്തെ പോയിന്റ്? എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് സയന്റിഫിക് ആൻഡ് ഇറ്റ്സ് അഡോപ്റ്റ് ദ മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക് ഇൻക്വയറി ആൻഡ് സയന്റിഫിക് അപ്രോച്ചസ് യൂസ്ഡ് ബൈ സയൻസ്. എന്താണ്? ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമാണ് എന്താ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ശാസ്ത്രങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന ചിട്ടയായിട്ടുള്ള ഒരു പഠനമാണ് എന്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി പ്രധാനമായും വരുന്നത്. അപ്പൊ ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമായതിനാൽ തന്നെ ഇതിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? സയന്റിഫിക് ആണ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സ്വഭാവം എങ്ങനെയാണ്? സയന്റിഫിക് ആണ്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇതിലുള്ളത്, എഡ്യൂക്കേഷൻ സൈക്കോളജിക്കുള്ളത്. ഓക്കെ, ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ്. പിന്നീട് അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് ഫങ്ഷണൽ in its character and is not therefore concerned with the content of the subject. പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണ്? അതിന്റെ സ്വഭാവികത എങ്ങനെയാണ്? പ്രവർത്തനക്ഷമമാണ്. അതിൽ ഒരുപാട് സബ്ജക്ട്സുകൾ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then it is an applied positive science as it studies facts of a behavior and describe the laws guiding them. എന്താണ്? ഇത് പെരുമാറ്റത്തിന്റെ വസ്തുതകൾ പഠിക്കുകയും അതുപോലെ തന്നെ എന്താണ് അവയെ നയിക്കുന്ന നിയമങ്ങൾ വിവരിക്കുന്നതിനാൽ ഇതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഇറ്റ്സ് എ അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണ്. എന്ത്
എഡ്യൂക്കേഷൻ സൈക്കോളജി. ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു സയൻസ് ആണ് എന്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഫോർത്ത് പോയിന്റ് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് എ നോർമാറ്റീവ് സയൻസ്. നോർമാറ്റീവ് സയൻസ് it is not concerned with the values of education. അതായത് ഇതൊരു നോർമാറ്റീവ് സയൻസ് ആണ്. ഇതൊരു നോർമാറ്റീവ് സയൻസ് അല്ല അല്ലെ? ഇതൊരു മാനദണ്ഡ ശാസ്ത്രമല്ല അല്ലെ? ഇത് എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്? വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അതും അതിന്റെ ഒരു നേച്ചറാണ്. പിന്നീട് എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് ഗ്രോയിങ് സയൻസ്. ഫോർത്ത് പോയിന്റ് അങ്ങോട്ട് പറയണോ? കൊടുത്തിട്ടുണ്ടല്ലോ, ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ്. അത് തെറ്റല്ലേ അപ്പൊ PDF കൊടുത്തത്? അത് വിദ്യാഭ്യാസ മൂല്യം പരിഗണിക്കുന്നു എന്നല്ലേ? മാനദണ്ഡ ശാസ്ത്രം വിദ്യാഭ്യാസ നയങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നില്ലെന്നാണ്. അവിടെ അല്ലേ? അവിടെ ഓക്കെ, എന്നെ ക്ലിയർ ചെയ്തതാ. ഇറ്റ് ഈസ് നോട്ട് എ നോർമാറ്റീവ് സയൻസ്. അവിടെ ഇറ്റ് ഈസ് ആ നോട്ട് എന്നുള്ളത് വെട്ടാം കേട്ടോ, നോട്ട് കട്ട് ചെയ്യാം. ഇറ്റ് ഈസ് കൺസേൺ ദ വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ. എന്താ പേരെന്താ? റിഷാന. കറക്റ്റ് ആയില്ലേ? നോട്ട് എന്നുള്ളത് വെട്ടിക്കളയാ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. ഓക്കെ. Okay. It is concerned with the values of education. നിഷാന ഒരു ടീച്ചറായി മാറിയിരിക്കുകയാണ്. തെറ്റുകളൊക്കെ കണ്ടുപിടിച്ചു തുടങ്ങി. ഈ നോർമാറ്റിക് സയൻസ് എഡ്യൂക്കേഷന്റെ വാല്യൂ കൊടുക്കുന്നില്ലെന്നാണോ മിസ്സേ? മാനദണ്ഡ ശാസ്ത്രം അല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. മാനദണ്ഡങ്ങളെ കുറിച്ച് മാത്രമല്ലല്ലോ അവിടെ പറയുന്നത്. ഒരുപാട് സബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യുന്നില്ല. അപ്പൊ ഒരു പ്രത്യേക മാനദണ്ഡം വെച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമല്ല എന്ന് മാത്രമാണ് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? എഡ്യൂക്കേഷന്റെ വാല്യൂസിനാണ് അവിടെ. എഡ്യൂക്കേഷന്റെ വാല്യൂസിനനുസരിച്ചുള്ള ഒരു പഠനമാണ് അവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതൊന്നും എക്സാമിന് പോലും പറ്റില്ലടോ, അതാണ് ഏറ്റവും വലിയൊരു കോമഡി. ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത് കരുതി ഞങ്ങളെങ്ങാനും കഷ്ടകാലത്തിന് പഠിക്കാതിരുന്ന ഈ ഭാഗത്തുനിന്നേക്കാരം വരിക. ഇല്ല, അത് പറ്റില്ല. ഞാനല്ലോ ഉറപ്പല്ല. ജയിക്കാൻ എത്ര മാർക്ക് വേണം മിസ്സേ? ജയിക്കാൻ എത്ര മാർക്ക് എന്നല്ല, നല്ല മാർക്കോടുകൂടി പാസ്സാവണം. ഒന്നും പറ്റില്ല. അങ്ങനെ ഒരു പാസ് മാർക്ക് നമ്മൾ പറഞ്ഞു തരയില്ല കേട്ടോ. മാർക്ക് ഉണ്ടല്ലോ. ഇല്ലില്ല, ജയിക്കാനൊരു മാർക്കില്ല. ഒരു നിങ്ങൾക്ക് ഞാനൊരു മാർക്ക് വിചാരിച്ചിട്ടുണ്ട്. ആ മാർക്കിൽ തന്നെ എല്ലാവർക്കും വേണം. ഓക്കെ, പക്ഷെ ഈ പോയിന്റ് കറക്റ്റ് ആയല്ലോ. ഇറ്റ് ഈസ് നോട്ട് എ നോർമാറ്റീവ് സയൻസ് ആസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ. നോട്ട് എന്നുള്ളത് വെട്ടിക്കളയാ. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ ഗ്രോയിങ് സയൻസ്. ഇതൊരു വളർന്നു വരുന്ന ഒരു ശാസ്ത്രമാണ്. ഓക്കെ, ഇതാണ് അതിന്റെ പ്രധാന നേച്ചർ എന്ന് പറയുന്നത്. ഇതെല്ലാം നേച്ചറാണ് കേട്ടോ, ഇതിന്റെയൊക്കെ നേച്ചറാണ് പറയുന്നത്. ചോദിച്ചോ. അതല്ല, വരികയാണെങ്കിൽ ഇതൊരു വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല പറഞ്ഞ അത്ഭുത. വലിയ ചാപ്റ്റർ ആണിത്. ഒരു ക്വസ്റ്റ്യൻ വരില്ലെന്നല്ല പറഞ്ഞത്. അയ്യോടാ, ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മാം നേച്ചർ അതിലാണോ ഒന്നും വരാത്തത്? നേച്ചറില ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരാറുള്ളത്. ഈ താഴത്തേക്കുള്ള പോയിന്റ്സിന് ചോദിക്കാറില്ല. നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചില്ലേ, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ രണ്ടെണ്ണം കണ്ടിട്ടുള്ളൂ. ബാക്കി ഇതിനൊന്നും ഞാനൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ഈസ് നേച്ചർ ഇന്റലിജൻസ് ചോദിക്കാം, വാട്ട് ഈസ് നോർമാറ്റീവ് സയൻസ് എന്ന് ചോദിക്കാം, വാട്ട് ഈസ് അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് എന്ന് ചോദിക്കാം. ദെൻ എന്താണ് ആയതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലേ, ഞാൻ വേണമെങ്കിൽ ഇട്ടു ഇതിന്. അങ്ങനെയൊക്കെ ചോദിക്കട്ടെ, അങ്ങനെയൊക്കെ ഇതിന് ചോദിക്കാനുള്ളൂ. ഇതൊന്നും ചോദിക്കില്ലടോ, ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടില്ലെന്ന്. വരാതിരിക്കട്ടെ. അപ്പൊ അത് ബുദ്ധിമുട്ടായ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇതെന്തായാലും വരും കേട്ടോ. ഈ ആദ്യത്തെ ഭാഗങ്ങൾ എന്തായാലും വരും.
ഫാദർ ആരാണെന്ന് ചോദിക്കും. പിന്നെ നേച്ചർ, പ്രധാന കീ ഫാക്ടേഴ്സ് അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് പ്രോസസ്. ഈ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഇതിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട കേട്ടോ. പേരുകൾ നോട്ട് ചെയ്യാം. ഹെഡ് പോയിന്റ്സ് മാത്രം പഠിക്കാം. പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് മാത്രം സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഓക്കെ. നേച്ചർ ഇന്റലിജൻസ് പഠിക്കണം കേട്ടോ. നേച്ചർ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ഞാൻ വൈകിയെന്ന് ചോദിക്കാഞ്ഞേ? എന്തൊക്കെ മിസ്സേ? അച്ഛൻ പറഞ്ഞ സുഖമില്ലാഞ്ഞിട്ടല്ല, ഞാനൊരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിന്റെ ഒരു കുട്ടി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സംശയം വെച്ച് ഞാൻ അവിടെ ഇരുന്ന് പോയി. അലാറം പഠിച്ചു 12 മണിക്ക് ക്ലാസ്. കുറച്ചിപ്പോ മറവി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അലാറം വെച്ചിട്ടൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ സംശയം വെച്ച് അവിടെ ഇരുന്ന് പോയി മറന്നില്ലേ. കുട്ടി വന്ന് വിളിച്ചിട്ടാണ് പിന്നെ എന്താ എടുത്തത്, എന്താ നിങ്ങൾക്ക് പഠിപ്പിച്ചതൊക്കെ മറന്നാല് തലേ ദിവസം ഇതൊക്കെ നോക്കി വെച്ചിട്ട് വരും. ഇനി അടുത്ത ഭാഗം എന്തൊക്കെയാ നോക്കണ്ടത്. പക്ഷെ നോക്കിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് എടുക്കണ്ടതെന്ന് എനിക്കറിയാം. നേച്ചർ ആണോ സ്കോപ്പ് ആണോ എടുത്തതെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. ചെറിയ ഒരുപാട് ഗ്യാപ്പ് വരുമല്ലോ. വ്യാഴാഴ്ച കഴിഞ്ഞ് പിന്നെ അടുത്ത വ്യാഴാഴ്ചത്തേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. സോറി, ബുധനാഴ്ച ടൈം ടേബിൾ മാറി. അപ്പൊ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വന്നു. അതാണ് വൈകിപ്പോയത്. ഇതിപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഇല്ലേ, കുറെ പേരോടൊന്നും അനക്കൂല്ലല്ലോ, ഒരു മിണ്ടമില്ല. ഇന്നത്തെ കാലാവസ്ഥ അത്ര ഉഷാറല്ല. അതെല്ലാവർക്കും ബാധകമാണ്. അത് പറ്റി ഇവിടെ ആകെ മൂടിയ ഒരു കാലാവസ്ഥയാ. അവിടെ എങ്ങനെയാണോ? ആണോ? എല്ലായിടത്തും വെയിലില്ല. വെയിലില്ല, ആകെ മൂടി കിടക്കാണ് ഇവിടെയൊക്കെ. അതുകൊണ്ടാണോ മൈൻഡ് അതേപോലെ ആയിപ്പോയത്? മൈൻഡ് അതുപോലെ മുഖമായിട്ടിരിക്കുക. പിള്ളേരൊക്കെ ക്ലാസ്സിൽ പോയോ നിങ്ങളുടെ? അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ പറയുന്നു. എനിക്ക് അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി പണി ചെയ്താൽ ബാലൻസ് ഉണ്ടോ? അതാണ് ഇനി പണി തീരാഞ്ഞിട്ടാണോ? ഇല്ല, അതൊക്കെ കഴിഞ്ഞു. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഒന്നുമില്ലല്ലോ? നോ, നെവർ. ഇല്ല മാം. ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകളയുന്നു. വീട്ടിലായിക്കോട്ടെ. നിങ്ങൾക്ക് മോണ്ടിസോറി ടീച്ചർ ആകുമ്പോൾ അത് വലിയ കാര്യമായിട്ട് അങ്ങ് എടുക്കാം. പിന്നെ അതൊക്കെ മാറിക്കോളും. അത്രയ്ക്ക് വലിയ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തോട്ടൊക്കെ പോവാം. ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ടൊക്കെ വരാം. കറങ്ങി അടിച്ചിട്ടൊക്കെ വരാം. ശരിയാവും. ഒന്നും പറ്റില്ല. വീട്ടിൽ കുറച്ചു നേരം ഉറങ്ങുക, അല്ലെങ്കിൽ കുറച്ചു നേരം പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പനി പിടിച്ചിരിക്കുകയാണോ? അതാണോ? പിന്നെ ഒന്നും ചെയ്യാനുള്ള റെസ്റ്റ് എടുക്കുക കേട്ടോ. ടേക്ക് കെയർ. റെസ്റ്റ്. MT5 ഇപ്പൊ നിങ്ങൾക്ക് ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ എവിടം വരെയായി? പാർട്ട് 4 ഒക്കെ തുടങ്ങിയായിരുന്നോ? പാർട്ട് 4 തുടങ്ങി. 3 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു. 3 ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ. അതിനുശേഷം പിന്നെ അപർണ മിസ് മോണ്ടിസോറിയുടെ ആ ഭാഗല്ലേ, ആ പുസ്തകമില്ലേ, പാർട്ട് 3 അതാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. നമുക്ക് ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജി കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ എടുക്കാനുള്ളത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുക്കാണ്. ഡിഫറൻസും നീഡ്സ് എടുത്തായിരുന്നോ? എടുക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇനി? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എളുപ്പമാണ്. ഒരു ദിവസം ഒന്ന് ചാപ്റ്റർ ചെയ്തു. ആകെ 2 പേജായിട്ടേ ഉള്ളൂ ക്ലാസ്. ഇല്ല, പക്ഷെ ഫസ്റ്റ് പേജിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്. രണ്ടാമത്തെ പേജ് നല്ല എളുപ്പമാണ്. ആദ്യത്തെ പേജ് ഒരു പറഞ്ഞു മനസ്സിലാക്കാൻ ചില സ്ഥലങ്ങൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും. നമുക്ക് പഠിപ്പിക്കുന്നവർക്കും മടുക്കും, കേൾക്കുന്ന നിങ്ങൾക്കും മടുക്കും. അങ്ങനെ ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. നോക്കട്ടെ, അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ ചാപ്റ്ററിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ കുറെ നമുക്കിത് പഠിക്കാനുണ്ട്. മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ഇതൊക്കെ മെത്തേഡ്സ് ആണ്. ഇൻട്രോസെപ്ഷൻ, ഒബ്സർവേഷൻ, ക്ലിനിക്കൽ, എക്സ്പെരിമെന്റൽ, സർവേ മെത്തേഡ്, കുറെ മെത്തേഡ്സ് വരുന്നുണ്ട്. നോക്കാം.
ആകെ ഇതിൽ എളുപ്പമുള്ളത് ഇത് മാത്രമാണ്, റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഈ ഒരു ഭാഗമാണ് ആകെ ഇച്ചിരി എളുപ്പമായിട്ട് വരുന്നത്, ബാക്കിയൊക്കെ ബുദ്ധിമുട്ടാണ് നോക്കിയാൽ. ഓക്കെ, അടുത്ത ഭാഗം നന്നായിട്ട് വായിച്ചിട്ട് വരാണ്ട് അടുത്ത ക്ലാസ്സിലെ എന്നിപ്പോ കൺക്ലൂഡ് ചെയ്തിട്ടേ ക്ലാസ് നിർത്തട്ടെ എന്നാണ്. Yes, ma'am. ഇത്രയും മതി. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? ഞാൻ പറയാം മാം. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു വിൽ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. സ്വയം വിശ്വസിക്കുക, നിങ്ങൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കും. സൈൻ ഔട്ട് ബൈ ജിഷാന. ഓക്കെ, അടുത്ത ക്ലാസ് നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും. ശരി മിസ്. യെസ് മാം. Okay, ma'am. ഓക്കെ മിസ്, താങ്ക് യു. Okay, ma'am. Thank you. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു.